അങ്ങനെ ഡിസംബർ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള മഴയാണ്. 2-3 ദിവസത്തെ നല്ല മഴയ്ക്ക് ശേഷം നമ്മുടെ പേൾ ഗ്രാസൊക്കെ നമ്മുടെ ഈ പാത്വേയിലുള്ള കല്ലിൻ്റെ ഇടയിലേക്ക് ഇതുപോലെ കയറിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ജസ്റ്റ് വെട്ടി ഒതുക്കാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ പീസുകളൊക്കെ ആയിട്ട് കയറിയിട്ടുള്ള പേൾ ഗ്രാസിനെ വെട്ടിയിട്ട് നമ്മളെ മാത്തൂന് കൊടുക്കാൻ പോകട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഈ പുല്ല്. അപ്പോൾ അവൻ ഈ പുല്ല് വെട്ടിയിട്ട് മാത്തൂന് കൊണ്ടു കൊടുക്കാൻ പോകട്ടോ. ഭയങ്കര ഇഷ്ടത്തോടുകൂടി ഭയങ്കര കൊതിയോട് കൂടിയിട്ടാണ് കഴിക്കാൻ. നല്ല ഫ്രഷ് പുല്ലല്ലേ. അങ്ങനെ ഒന്ന് തൊട്ട് തലവടി രണ്ടാമത് പുല്ല് കൊടുക്കാൻ പോയപ്പോഴാണ് അത് സംഭവിച്ചത്. അങ്ങനെ സ്നേഹത്തോടെ വിളിച്ച് കുറച്ച് പുല്ലൊക്കെ കൊടുത്തപ്പോൾ പുല്ല് തിന്നതിൻ്റെ സന്തോഷത്തിലാണോ അതിൻ്റെ ആദരസൂചകമായിട്ടാണോ എന്നറിയില്ല, അവൻ്റെ കയ്യിൽ നൈസായിട്ടൊന്ന് കടിച്ചു. അങ്ങനെ കടിച്ചത് നൈസായിട്ട് പണി കിട്ടിയിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ട്. പോട്ടെ സാറില്ലേ, ചെറിയ മുറിയോ, നമ്മുടെ മാത്രമല്ല. അത് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് മഴയൊക്കെ കഴിഞ്ഞ് വെയിലൊക്കെ ആയപ്പോൾ നമ്മുടെ കുഞ്ഞി ബോഗൺവില്ലകളൊക്കെ ചെറിയ ചെറിയ പൂക്കളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. സാധാരണ നവംബറിലൊക്കെ മഴയില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൂടുന്നതാണ്. റോസും കാര്യങ്ങളൊക്കെ നമ്മുടെ നല്ല രീതിയിൽ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, അടിപൊളിയായിട്ടില്ലേ. അപ്പോൾ പൂക്കളൊക്കെ ഇനി പൂക്കളുടെ കാലം കേട്ടോ. പൂക്കളുകളൊക്കെ ഇങ്ങനെ തലപൊന്തി തുടങ്ങും നല്ല രസത്തിൽ. ഇവിടെ ഒരാൾ കൊഴിയാറായിട്ട് നിൽക്കുന്നുണ്ട്.